പറഞ്ഞ അതന്നെ പരാജയം എന്ന് പറഞ്ഞ പരാജയം. ഞാൻ തുടക്കം മുതൽ പറയാം, ഞാൻ ജനിച്ച അന്ന് ഹോസ്പിറ്റലിൽ മൊത്തം കറണ്ട് പോയി. അത് എൻ്റെ ജനനമായി അതിനൊരു ബന്ധവുമില്ല. പക്ഷെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, നീ ഹോസ്പിറ്റലിൽ മൂട് കളഞ്ഞു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ ഒരു ടീച്ചർ സ്റ്റേജിൽ നിർബന്ധിച്ച് കയറ്റി പ്രസംഗിക്കാൻ. കർട്ടൻ പൊന്തി എൻ്റെ ബോധം പോയി. അപ്പോൾ ഞാനവിടെ നനച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ അതേ സ്കൂളിൽ അതേ ടീച്ചർമാർക്ക് ക്ലാസ് എടുക്കാൻ ഞാൻ പോയി. അതല്ലേ സക്സസ്. എന്നാലും ടീച്ചേഴ്സ് സ്കോർ ചെയ്തു കേട്ടോ. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രിൻസിപ്പൾ പറയാം, ഇദ്ദേഹത്തിന് ഈ വേദിയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ 6 പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു. അന്ന് അങ്ങനെയാണ്, ലിമിറ്റഡ് റിസോഴ്സേ ഉള്ളൂ. പക്ഷേ 5 പേരോടും അവള് യെസ് എന്ന് പറഞ്ഞു. എന്നെ മാത്രം തെച്ചു. കൈയടിക്കരുത്, കൊല്ലില്ല. എന്റെ ലൈഫ് പറഞ്ഞാൽ അത് തന്നെ പരാജയം. നിങ്ങൾക്ക് അടി കിട്ടാറുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? പറയൂ, പറ. അമ്മ, അത് അമ്മയുടെ ഡിപ്പാർട്ട്മെന്റാണ്. ഈ അമ്മമാർക്ക് മാത്രമുള്ള ഒരു കഴിവാണ് മക്കളെ തല്ലാനുള്ള ആയുധങ്ങൾ കണ്ടുപിടിക്കാൻ. വിവിധ തരം ആയുധങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞ എന്തൊക്കെയാ? ചൂല്, ചട്ടകം, ചപ്പാത്തിക്കോല്, ഓക്കെ, സൈക്കോ കുടുംബമാണ്. ബെൽറ്റ്, ഹാങ്ങർ, ഓലമടല്, ഇപ്പോഴും ഉണ്ട് അതൊക്കെ. +2 ടൈമിലൊക്കെ അടി കിട്ടിയിട്ടുണ്ടോ? ഒരു പയ്യൻ പറഞ്ഞത് എൻ്റെ അമ്മ മോഡേണാണ്. ഞാൻ ചോദിച്ചു അതെന്താ? ചാർജർ കൊണ്ടാണ്. അടി കിട്ടി കഴിഞ്ഞ കുട്ടി ഫുൾ ചാർജർ. അച്ഛൻ പാവാട്ടോ, അച്ഛൻ പാവ മനുഷ്യനാ. 2 ആഴ്ചക്കുള്ള അടി ഒരുമിച്ചാണ് കൊടുക്കും. നിങ്ങൾക്ക് അടി കിട്ടാറുണ്ടോ? ഉപദേശം മനുഷ്യന്മാർക്ക് ഇഷ്ടമല്ല. ഞാൻ കുട്ടികളോട് ചോദിക്കും, നിങ്ങൾക്ക് അമ്മയും അച്ഛനും ചെയ്യുന്ന ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തായിരിക്കും പിള്ളേർ പറയാ? ഉപദേശം നിർത്തണം, നിർദ്ദേശം കൊടുക്കാം. ഈ ഉപദേശം എന്തിനു തുല്യാണെന്ന് അറിയോ? പറയട്ടെ, എന്നോട് പിണങ്ങൂല്ലല്ലോ, പറഞ്ഞോട്ടെ. ഞാൻ അതിന് ശേഷം എന്നെ നോക്കുമ്പോ, അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ്, പരിപ്പ്, ചക്കക്കുരു ഇതൊക്കെ കഴിച്ചാൽ നമ്മുടെ വീട്ടിൽ പതിവില്ലാത്ത പല ശബ്ദങ്ങളും കേൾക്കും. ചിലയിടത്ത് വെടിക്കെട്ട്, ചിലയിടത്ത് പാറ പൊട്ടിക്കുന്ന, ചിലയിടത്ത് കളകളാരവം ഒരുങ്ങുന്ന, ചിലയിടത്ത് ടയറിന്റെ കാറ്റ് പോയതുപോലെ. മനസ്സിലായല്ലോ? ഇതിന് തുല്യമാണ് ഉപദേശം. എന്ന് വെച്ചാൽ ഇത് വിടുന്ന ആൾക്ക് മാത്രമേ സുഖം ഉണ്ടാവുള്ളൂ, കിട്ടുന്ന ആൾക്ക് ഒരു സുഖം ഉണ്ടാവില്ല. ആരെങ്കിലും ഒരാള് ഒരു സദസ്സിൽ ഇതായിട്ട് വിട്ടപ്പോ മറ്റുള്ളവർ ഞാൻ കാത്തിരിക്കായിരുന്നു, ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ടോ എടുക്കാൻ. ഉപദേശം മനുഷ്യൻ. എൻ്റെ മാതാവ് ഗംഭീരമായിട്ട് ബിരിയാണി ഉണ്ടാക്കും. ഒയ്യോ, ഞാൻ എല്ലാവരുടെ അടുത്തും പറയും ബിരിയാണി സൂപ്പറാണ്. എന്നെ എപ്പോൾ കണ്ടാലും ബിരിയാണി ഉണ്ടാക്കി അറിയാലോ, എന്നെ കണ്ടാൽ അറിയാലോ. സ്വഭാവം എനിക്ക് ഉണങ്ങിയ ബാത്റൂം വേണം. ഉണങ്ങിയ ഗൾഫിൽ നിന്നുള്ള ശീലം. ഒരു 3 വർഷം ഗൾഫിലുണ്ടായിരുന്നു. അവിടെ നമുക്ക് മുമ്പ് പോയവർ വടിച്ചിടും, അപ്പൊ നമുക്ക് ഉണങ്ങിയത് കിട്ടും. എൻ്റെ ഉമ്മയ്ക്ക് ഒരു സ്വഭാവമുണ്ട്, മൂപ്പർക്ക് മൊത്തം വെള്ളം വേണം. ആളാദ്യം പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ അവിടെ വെള്ളം ഒഴിച്ച് അവിടെ വള്ളംകളി ആയിരിക്കും. ചിലപ്പോൾ വെള്ളം തൊട്ടാലേ ഇത് വരുള്ളായിരിക്കും, എനിക്കറിയില്ല. എനിക്ക് ദേഷ്യം പിടിക്കും ഈ വെള്ളം കണ്ടിട്ട്. ഞാൻ പറയും, എന്ത് പരിപാടിയാണ് കാണിച്ചത്, മൊത്തത്തിലൂടെ വെള്ളമാണ്. ഞാൻ എപ്പോഴും എനിക്ക് ആ ദേഷ്യം വന്നിട്ട് ആ ദേഷ്യത്തിൽ വർത്താനം. ഇതുവരെ ആള് മാറിയിട്ടില്ല, മാറൂല. കാരണം എന്താ? ഞാൻ അദ്ദേഹത്തെ, അമ്മയെ കുറ്റം പറയുക ചെയ്ത്. എന്നാൽ ബിരിയാണി എപ്പോൾ കണ്ടാലും ഉണ്ടാക്കി വരും. കാരണം എന്താ? ഞാൻ എപ്പോഴും നല്ലത് പറയും. എൻ്റെ മാതാവ് 10 മണിക്ക് തുടങ്ങിയത് ഈ ചിരി മനുഷ്യൻ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 12. 6 വർഷമാണ് പ്രൊബേഷൻ പീരീഡ്. 6 വർഷം കഴിഞ്ഞാൽ ഭാര്യ നമ്മളോട് പറയും, അല്ല നമ്മൾ ഭാര്യയോട് പറയും, ഇതല്ല ഞാൻ പ്രതീക്ഷിച്ച ഭാര്യ. അപ്പൊ ഭാര്യയും പറയും, ഞാനത് പറയാൻ നിൽക്കരുത്, ഇതല്ല ഞാൻ പ്രതീക്ഷിച്ച ഭർത്താവ്. അപ്പൊ നമ്മൾ ശരിക്കും ശരിക്കും എത്ര പ്രാവശ്യം ഡൈവോഴ്സ് ചെയ്യണമെന്ന് ആലോചിച്ചാൽ എന്തെങ്കിലും ആലോചിക്കണേ. അല്ല, നിങ്ങൾ ഈ ചിരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വീട്ടിൽ ഈ ചിരി സന്തോഷമൊന്നും ഇല്ല അല്ലേ.
വിവാഹ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിണ്ടല്ലോ, ഭാര്യ ഇല്ലാതെ നമ്മൾ സന്തോഷിക്കുന്നുണ്ട് എന്ന സത്യം അവരറിയരുത്. നമ്മൾ ടൂർ പോയിരിക്കണേ, ഭാര്യ നമുക്ക് വിളിക്കും, നമ്മൾ പൊളിക്കണോടെ ഫ്രണ്ട്സായിട്ട്, ഓൺലി ഫ്രണ്ട്സ്. ഓ എന്തൊരു രസമല്ലേ ഫ്രണ്ട്സായിട്ട് പൊളിക്കാൻ, അടിച്ച് പൊളിക്കണതിൻ്റെ ഇടയിൽ വിളിക്കും, എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ. നമ്മൾ വിചാരിക്കും നമ്മൾ സന്തോഷിക്കുന്നതിൽ അത് സന്തോഷിക്കുന്നു. നോ, അങ്ങനത്തെ ഒരു ഭാര്യ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ സംഭവമില്ല. അവര് വൈഫ് വിളിച്ചു കഴിഞ്ഞാൽ എത്ര സന്തോഷമാണെങ്കിലും സൗണ്ട് കുറയ്ക്കണം, ചിരിക്കരുത്. എന്നിട്ട് പറയാം, ആ ടൂറ് എന്ന് പറഞ്ഞ നീ ഇല്ലാതെ ഒരു സുഖമില്ലടി. സാറിനറിയാലോ എന്ന് പറഞ്ഞേ. നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഡയലോഗാ, കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഉപയോഗിക്കണം. സാറിനറിയാലോ എന്ന് ചോദിച്ചാൽ ലോകത്തിലേതെങ്കിലും സാറ് പറയോ എനിക്കറിയില്ല? എന്നെ ബിസ്മി സൂപ്പർ മാർക്കറ്റില്ലേ, അവിടുത്തെ ഒരു സെയിൽസ്മാൻ എന്നെ ക്ലോസ് ചെയ്തു ഈ ഡയലോഗ് വെച്ചിട്ട്. ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ സാധനം വാങ്ങിപ്പിച്ചു. എൻ്റെ ഭാര്യ ബന്ധുക്കളും എല്ലാവരും കൂടി വന്നിട്ട് ബിസ്മിയിൽ പോയതാ. അവർ മുകളിൽ കയറിയിട്ട് ഈ വാഷിംഗ് മെഷീൻ നോക്കുന്നു. വാങ്ങിക്കാനുള്ള പരിപാടി ഇല്ല. ഞാൻ താഴെ ഇങ്ങനെ വെറുതെ ഫ്രൂട്ട്സ് അത് ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ മുകളിലെത്തിയപ്പോൾ ഒരു 5-6 സെയിൽസ്മാൻമാരും പിന്നെ ഇവരൊക്കെ കൂടി ഇങ്ങനെ നിന്നിട്ട് ഞാനിങ്ങനെ വരുമ്പോൾ അവരെല്ലാവരും കൂടി എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഒരുത്തൻ, ആ ഇത് നമ്മുടെ മോട്ടിവേഷനൊക്കെ എടുക്കുന്ന സാറല്ലേ, സാറിനറിയാലോ ഫ്രണ്ട് ലോഡാണ് നല്ലതെന്ന്. എനിക്കറിയില്ല, പക്ഷെ പറയാൻ പറ്റുമോ? വൈഫിന്റെ ബന്ധുക്കളല്ലേ. ഞാൻ പറഞ്ഞു, ആ പിന്നെ അടിപൊളിയല്ലേ, സൂപ്പറല്ലേ, എടുത്തോ. കാശ് പോയി. ആരെങ്കിലും നമ്മൾ രക്ഷപ്പെടൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നന്നാവൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഫോട്ടോ എടുത്ത് പോക്കറ്റിൽ വെക്കാം. ഇടയ്ക്ക് നമ്മൾ ഡൗൺ ആകുമ്പോൾ അടുത്ത് നോക്കി ചെയ്യണം, അത് മാറ്റണം. അല്ലാണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് നടക്കാൻ പറ്റില്ല. ഇടയ്ക്ക് നമുക്കൊന്ന് ഇതും വേണം, ഈ വാശിയും വേണം. എൻ്റെ വീട്ടിൽ ഞാൻ ഇരുന്ന കുഴിഞ്ഞു പോകുന്നൊരു സോഫ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇരുന്നാൽ നല്ല വിലയുണ്ട് സോഫയ്ക്ക്. അത് സൈക്കോ പരിപാടി ഉണ്ട്. അതായത് എൻ്റെ അമ്മായി വന്നുകൊണ്ട് അമ്മായി ഇരുന്നു പോണം. ഞാൻ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ പിശാശാണ്. പെൺപിള്ളേരായിട്ട് ഫൈറ്റ് ചെയ്താൽ അവരുടെ പ്രധാനപ്പെട്ട ആയുധം എന്തായിരിക്കും? നഖം. ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഒരുത്തമുണ്ടോ, കറക്റ്റ് സാറേ 3 സിസ്റ്റേഴ്സ് ഉണ്ട്, തെളിവ് പുറത്തുണ്ട്, മാന്തിയിട്ടുണ്ടാവേ. നിങ്ങൾ അനിയന്മാരെ അനിയത്തിമാരായിട്ട് ഫൈറ്റ് ചെയ്യാറുണ്ടോ? എന്തിനാണ് പ്രധാനമായും ഫൈറ്റ് ചെയ്യുക പറഞ്ഞേ? റിമോട്ട്. പണ്ടൊക്കെ റിമോട്ട് ആയിരുന്നു, ഇപ്പൊ എന്താ ഫോൺ. പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട അല്ലേ? റിമോട്ട്. നമ്മളെങ്ങനെ അനിയനോട് റിമോട്ട് ചോദിക്കാന്ന് ഞാൻ കാണിച്ചു തരാം. പ്രിയപ്പെട്ട അനിയ, റിമോട്ട് ഒന്ന് തരാമോ? അപ്പോൾ അവൻ, പ്രിയപ്പെട്ട ചേച്ചി എടുത്തോളൂ. ഇങ്ങനെ ഏതെങ്കിലും വീട്ടിൽ കണ്ടിട്ടുണ്ടോ? തട്ടിപ്പറിക്കൽ. നമ്മൾ തട്ടിപ്പറിച്ച് അവൻ്റെ റിമോട്ട് തട്ടിപ്പറിച്ച പിന്നെ എന്താ ചെയ്യുന്നറിയോ? നമ്മളുടെയും ടിവിയുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കും അല്ലേ? കസ്റ്റമർക്ക് വേണമെങ്കിൽ 3 മണിക്കൂർ ഒരു മോതിരം അല്ലെങ്കിൽ ഒരു മാല തിരഞ്ഞെടുക്കാൻ വേണ്ടി ചെലവഴിക്കും. പക്ഷെ ബില്ല് 2 മിനിറ്റ് കൊണ്ട് കിട്ടണം. ബില്ല് അതല്ലേ ഇവരെ? ബില്ല് പെട്ടത്. എല്ലാവർക്കും ബില്ല് കിട്ടി ചാടി ഓടിപ്പോണം. നമുക്ക് കസ്റ്റമറെ ട്രെയിൻ ചെയ്യാം, പഠിപ്പിക്കാം. കുറച്ച് സമയം എടുക്കും കേട്ടോ. ബില്ല് നമ്മളെപ്പോഴും സമയം കുറച്ച് കൂട്ടി പറഞ്ഞ് കുറച്ച് കുറയ്ക്കുക. ഇത് സ്വിഗ്ഗി ചെയ്യുന്ന പരിപാടിയുണ്ട്. നിങ്ങളുടെ ഫുഡ് 40 മിനിറ്റിൻ്റെ ഉള്ളിൽ ഡെലിവറി ചെയ്യും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. എന്നിട്ട് 25 മിനിറ്റിനുള്ളിൽ എത്തിക്കും. എന്നിട്ട് വാവ് ഞങ്ങൾ നേരത്തെ എത്തി. ആരതൊക്കെ തീരുമാനിച്ച് അവരെന്നെ പറയാ 40 മിനിറ്റിനുള്ളിൽ വരും. എന്നിട്ട് അവരെന്നെ 25 മിനിറ്റ് കൊണ്ട് എത്തിക്കും. എന്നിട്ട് പറയും വാവ്. ഓണർഷിപ്പ് എടുക്കണം. നമ്മുടെ ബോഡി ലാംഗ്വേജ് തന്നെ മാറണം. പുതുതായിട്ട് വരുന്നത് ഞാനിങ്ങനെ പാവം ഇങ്ങനെ വരുന്നു, എന്നിട്ട് ഇങ്ങനെ ഫോൺ എടുക്കും, എന്നിട്ട് ഞാൻ വിളിക്കുന്നു, എന്നിട്ട് അവർക്കുണ്ടെങ്കിൽ വരുന്നു, പിന്നെ കിട്ടുന്നു, ഞാൻ വൈകുന്നേരം വീട്ടിൽ പോകുന്നു. ആ സാധനം മാറ്റണം. നിങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടോ? പ്രിൻസിപ്പിൾ നടക്കണ പോലെയാണോ സാധാ ടീച്ചേഴ്സ് നടക്കുന്നതാണ്? പ്രിൻസിപ്പിളിനൊരു നടത്തം വേറെ ഉണ്ടാവും. അവരും ടീച്ചറായിരുന്നു. അവർ ടീച്ചറായിരുന്നപ്പോൾ നടത്തം വേറെ ആയിരുന്നു. ഇനി ടീച്ചേഴ്സ് തന്നെ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് നടക്കണുണ്ടോ? ഒരു മസിലുണ്ടാവും. ഇംഗ്ലീഷിന് എന്തെങ്കിലും പ്രോഗ്രാം നടക്കുമ്പോൾ മുങ്ങും, അല്ലെങ്കിൽ ആരെങ്കിലും അർത്ഥം ചോദിക്കും. മിസ്സേ മുറത്തിന് എന്താ ഇംഗ്ലീഷിൽ പറയാം? എൻ്റെ അമ്മേ
ഇനി LKG UKG ടീച്ചേഴ്സ് നടക്കാണ്ടുണ്ടോ? അവർക്കറിയാം, അവർ വെറുതെ അവർക്കെല്ലാം അറിയില്ല എന്തിനാ. LKG മോട്ടിവേഷൻ ക്ലാസ് എടുത്തുള്ള ആളാ ഞാൻ. ഒരു 300 എണ്ണത്തിനെ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ കൊണ്ട് പറ്റും. അവര് പറഞ്ഞു പോടാ അവിടുന്ന്. അവരൊക്കെ മോട്ടിവേറ്റ്. ഒരു ടീച്ചർക്ക് പ്രാന്തായിട്ട് എന്നെ വെറുതെ വിളിച്ചോട്ടെ ഇതാണ്. അപ്പോൾ ടീച്ചറെ ഭയങ്കര ഞാൻ ഭയങ്കര ഫാനാണ് ഒന്ന് പോയടാ. അപ്പൊ ഞാൻ പറഞ്ഞു കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, തൃപ്തിയല്ലോ. LKG വിട്ടേക്ക് പ്രിൻസിപ്പലിനെ നടക്ക്. ഓണർഷിപ്പ് ഫീലിംഗ്, ആ വാക്ക് പറഞ്ഞൊക്കെ. നമ്മുടെ കരിയറിന്റെ ഓണർഷിപ്പ് എടുക്കണം. രണ്ടുപേരും ഒരേ സ്ഥലത്താണ് ഷൂ അടിച്ചത്, രണ്ടും ഒരേ കളറാണല്ലോ. സാധാരണ സ്ത്രീകൾക്കുണ്ടല്ലോ, അവരെടുത്ത അതേ ഡ്രസ്സ് ആ പഞ്ചായത്തിൽ ആരെങ്കിലും ഇട്ട ഇഷ്ടമല്ല ഇല്ലല്ലോ. അതൊക്കെ ഞങ്ങൾ ആണുങ്ങള് പണ്ടൊരു ഓണക്കാലത്ത് ഒരു ഇളം പച്ച ഫ്ലൂറസെന്റ് ഷർട്ട് ഇറങ്ങി, വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഒരു കടയില്ലേ, അവിടെ പോയിട്ട് ഞാനത് വാങ്ങിച്ചു. അവൻ പറഞ്ഞു എക്സ്ക്ലൂസീവ് ആടാ നിനക്ക് മാത്രം എന്ന് പറഞ്ഞ് തന്നതാ. ഓണത്തിന് ഭക്ഷണം കഴിച്ച എല്ലാവരും ബീച്ചിലേക്ക് ഇറങ്ങും ചാവക്കാട്. ഞാൻ ചാവക്കാട് പോയ കടപ്പുറകിടെ പച്ച കളറ് കടല്, പച്ചക്കടല്. ഒരു 500 എണ്ണം പച്ച ഷർട്ട് ഉണ്ട്. എല്ലാവർക്കും ഇപ്പം കൊടുത്തായിരിക്കാം വെറൈറ്റിക്കാരെ, എക്സ്ക്ലൂസീവ്. ഓരോ വയസ്സിലും നമ്മൾ വിചാരിക്കുക നമ്മുടെ ഏറ്റവും പക്വതയുള്ള ടൈം ഇതാണെന്നാ. 20 നമ്മൾ ഇതാണ് നമ്മുടെ ലോകം എന്നുകൊണ്ട് വിചാരിക്കും. ഡ്യൂക്ക് ബൈക്കൊക്കെ എടുക്കണം എന്തിനാണെന്നറിയാം? 22ാമത്തെ വയസ്സിൽ ഡ്യൂക്ക് എടുക്കണം. ഇനി ഏത് കാലത്ത് അത് എടുക്കാൻ പോകണം? 20 വയസ്സുള്ള